കഴിക്കാൻ പോണേ കേട്ടാ. ഹായ്, അപ്പോൾ അതേ കണ്ടല്ലോ അല്ലേ, കരിമീൻ വാഴയില പൊള്ളിക്കാൻ പോകണം. അപ്പോൾ ചിന്നു അതേ നമ്മുടെ സ്വന്തം കായൽ ചൂണ്ടയിട്ടിട്ട് കുറച്ച് കരിമീൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ കരിമീനിൽ അത്യാവശ്യം വലിപ്പമുള്ള സാധനം നോക്കിയിട്ട് വാഴയില പൊള്ളിക്കാൻ പോണേ. പൊള്ളിക്കാം? ഓക്കെ ഓക്കേണാ? അപ്പോൾ അപ്പോൾ അതേ കരിമീൻ നല്ല കുപ്പിച്ചില്ല് പോലെ വെട്ടി തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവൻ്റെ മേത്ത് കുറച്ച് മസാല തേച്ചിട്ട് പരിപാടിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പരിപാടി അങ്ങോട്ട്. അടുത്ത കുരുമുളക് ഇടാൻ പോണം. ഉപ്പിടാം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് നെക്കിപ്പിഴിയടി ചിന്നു. അങ്ങോട്ട് ആരോഗ്യം എടുക്കട്ടെ. രണ്ടും കൂടി കൊതി പിടിച്ചിരിക്കണല്ലേ കള്ളികളെ. ആ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാന്ന് പറയാം. ഏറ്റവും ലാസ്റ്റ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് പേസ്റ്റ് ആക്കാൻ പോണേ കേട്ടാ. നല്ലോണം പേസ്റ്റ് ആയിക്കോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഈ പേസ്റ്റ് നമുക്ക് മസാലയൊക്കെ നോക്കി മീനിൽ തേച്ച് പിടിപ്പിക്കും. നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. 2 സ്ഥലം അങ്ങോട്ട് തേച്ചോട്ടാ. അയില വറുത്തതില്ല, കരിമീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ നമ്മൾ കരിമീനിൽ മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ കുറേ നേരം റെസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ മീൻ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു ഇച്ചിരി ചില്ലറ പണിയുണ്ട്. നമുക്ക് സവാളയും മറ്റു സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ സവാള ഞാൻ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു ഇത് വേണ്ടടി. കണ്ണരി എന്താ എന്നാ 2 സവാള എടുത്ത് അങ്ങോട്ട് അരിഞ്ഞോ. സവാള നമ്മങ്ങനെ അരിഞ്ഞിങ്ങനെ ഇതാക്കണം കേട്ടാ. ഇത് കാര്യമായിട്ടൊന്നും വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യുക, അത്രേ ഉള്ളു. അങ്ങനെയല്ലേ ചെയ്യുന്നു? അതെ. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞ് ക്ഷീണിച്ച കാരണം പിന്നെ ചിന്നു വേണ്ട ഇപ്പം സവാള അരിയണം. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അനു ഉണ്ട് കേട്ടോ. അയാളാണ് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നേക്കണം കരിമീൻ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക്. മിണ്ടൂല പക്ഷെ അല്ലേ അനു? കരിമീൻ വേണോ? എന്ത് കരിമീനാ വേണ്ട? നമ്മ അടുപ്പ് വെച്ചേക്കണ സ്ഥലം കൊണ്ടേ ഇത് കായലിന്റെ പറ്റലാണേ. വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീനിടാം കേട്ടോ. അതിലോട്ട് മീനിട്ട് വറുത്തെടുക്കാം. മീനിടാൻ പോണേ എണ്ണയിലേക്ക്. അടിച്ചു പിടിക്കാണ്ടിരിക്കാൻ അടുത്ത് വേപ്പിൽ കൊടുത്താണ്ട. ഇടക്കും തലക്കൊക്കെ ഒന്നുമില്ല, ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കി പിടിക്കും. അത് കാരണമില്ലേ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇളക്കി കൊടുക്കാതെ. ആകെ മൊത്തം 4 കരിമീനായിട്ട് ഉണ്ടായിരുന്നു. അതിൽ 3 നമ്മൾ ഇതിനകത്ത് വറുത്ത് 3 ഗ്യാപ്പ് ഇതിൻ്റെ അകത്തുള്ളൂ, സ്ഥലമുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കാരണം 4ാമത്തെ വെറുതെ സെപ്പറേറ്റ് ആയിട്ട് വറക്കണം കേട്ടോ. കരിമീൻ ഏകദേശമൊക്കെ വറുത്തുന്നതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്രിസ്പി ആക്കിയിട്ടില്ല, ജസ്റ്റ് നൈസായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളേ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് കോരി മാറ്റാം കേട്ടോ.
എന്താ പൊന്നെ, അതെ പുതിയ ഇൻഡാലിയത്തിന്റെ ചട്ടിയായത് കാരണമാണേ ഇങ്ങനെ പിടിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ മീൻ വറുത്ത എണ്ണയിലേക്ക് സവാള വാട്ടിയെടുക്കാം കേട്ടോ, വഴറ്റിയെടുക്കാം. എത്ര സവാള ഉണ്ട്? 2 സവാള എടുത്തു. അത് മതി. പിന്നെ സവാളയുടെ ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ പോണേ കേട്ടാ. അതെ വെളുത്തുള്ളി കേട്ടാ, അതേ പുറകെ ഇഞ്ചി കേട്ടാ. എന്നിട്ട് ഇതങ്ങോട്ട് ചേർത്തിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണേ. തീ അത്യാവശ്യം കുറച്ചാണ്ട വെച്ചേക്കണം, എന്താ പറയുമോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കത്തിപ്പോവും മൊത്തത്തിൽ. അപ്പോൾ അത് കാരണം തീ കുറച്ചാണ്ട വെച്ചേക്കണം. മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഇത് പറഞ്ഞില്ല, സവാള പെട്ടെന്ന് അങ്ങനെ ചുവന്നുണ്ട് വാടിയിട്ടല്ല. കയ്യിലെന്ത് സാധനമാണ്? കുരുമുളകാണോ? അടുത്ത് കണ്ണിൽ തേക്കരുതിട്ടാ. ആ പൊടി ഇടാൻ പോണേട്ടാ. കിട്ടോ? മതി മതി. എന്ത് സാധനം കുഞ്ഞാരി ഇട്ടേക്കണ? എന്ത് സാധനം ഇട്ടേക്കണ? അരിഞ്ഞതിലോട്ടിടാ കേട്ടാ. തക്കാളി ഒന്ന് വാടട്ടെ. അടുത്തത് ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കണേ കേട്ടോ ഇതിലേക്ക്. ഒന്നാമത്തെ പാലാണോ ഇത്? ഒന്നാം പാൽ. കുറുകി വരട്ടെ നന്നായിട്ട്. അധികം ഒഴിക്കണം? അധികം ഒഴിക്കണ്ടത്, ഏകദേശം മൊത്തം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് ഒഴിച്ചോടി വേണമെങ്കിൽ. അപ്പോൾ ഇത് ഗ്രേവിയിലുണ്ടല്ലോ പക്ഷെ ഉപ്പ് കുറവാണ് കേട്ടോ, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഉപ്പിടണേ. അതിന് ഉപ്പിടണ സാൾട്ട് പേടണ പോലെ ഉണ്ടായിരുന്നു. സാൾട്ട് പേടണ പോലെ ഉണ്ടേ ഉപ്പിട്ടേക്കണം. അപ്പം നൈസായിട്ടായിരുന്നു ഉപ്പ്. ഇപ്പൊക്കെ പാവുമായിരിക്കുള്ളൂ. നൈസായിട്ട് ഉപ്പ് അങ്ങോട്ടുണ്ട് കണ്ട. കാരണം ആഴക്കുഴമ്പ സാധനമായിട്ട് മാറിയിപ്പോൾ ഇത്. ആഹാ എന്താ മോനെ സാധനം. ആഹാ ഇത് കണ്ട ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്കാണ് നമ്മൾ കരിമീനിടാൻ പോണതേ. പൊളി സാധനം. ആഹാ കറക്റ്റ് സമയത്ത് നമ്മുടെ അളിയനും വന്നിട്ടുണ്ടല്ലോ. കക്ക കിട്ടിയാളിയാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വാഴയിലെ പൊളിച്ച കരിമീൻ അടിച്ചിട്ട് പോട്ടാ. നോമ്പാണാ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റിയെടുത്തു കേട്ടാ. ഇനിയിപ്പോ ഇവനെ നമുക്ക് മസാലേന്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് കരിമീൻ വെച്ചാണ് പൊതിയണം. അതെ കുറച്ച് ഗ്രേവി ഈ വാഴയിലേക്ക് നമ്മൾ പരത്തി കൊടുക്കണം കേട്ടോ. നിക്ക് 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 നിക്ക്. മീൻ വെക്കാം അല്ലേ? നേരത്തെ കിടത്തി വെച്ചോ അങ്ങോട്ട്. നാലും കൂടി ഇരിക്കുമല്ലോ അല്ലേ? ഇച്ചിരി പൊടിഞ്ഞു പോയി.
പൊടിഞ്ഞ് നോക്കണ്ട പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കട്ട് ചെയ്തോ ഹനു. അടുത്തത് കരിമിൻ്റെ പുറത്തേക്കില്ലേ ബാലൻസ് എന്ന മസാല ഉണ്ടല്ലോ, കരിമിൻ്റെ പുറത്തേക്ക് നമ്മൾ നിങ്ങളുടെ തേക്കണം കേട്ടോ. അതും കൂടി ദൈവം അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മൊത്തം നിങ്ങളുടെ തേച്ചങ്ങോട്ട് പിടിക്കണം. ഇനി തക്കാളി ഇതിന്റെ പുറത്തേക്ക് വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ തക്കാളിയും കൂടി ഇതിന്റെ പുറത്തേക്ക് വെച്ചേക്കാവേ. മൊത്തം തക്കാളി അങ്ങനെ നിരത്തില്ല കേട്ടാ. അതുണ്ട് അപ്പം മസാലയൊക്കെ തേച്ച് പെരട്ടി നല്ല സെറ്റാക്കി വെച്ചേക്കണ സാധനം വാഴയിലയിൽ. ഇനിയിപ്പോൾ ആകെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെടുത്ത് രണ്ടാമത് ചട്ടിയിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ നമുക്കിന് ബാക്കിയുള്ളേ. ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ് ഈ ഇതിൻ്റെ അതോടെ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതേ നമ്മുടെ പാത്രം ഇച്ചിരി ചെറുതാണ്, അപ്പോൾ അത് കാരണം ഒരു കണക്കിനാണ് ഈ സാധനം വെച്ചേക്കണം കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാരാണ് തെങ്ങ കയറി പോണേരെ? അപ്പോൾ അതെ കരിമീൻ വാഴയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ? ആഹാ. അപ്പോൾ അതെ നമ്മുടെ കരിമീൻ വാഴയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എടി എൻ്റെ മുഖം പിടിക്കടി. ഉള്ള പരിപാടി എന്ന് പറയുന്നത് എടുത്ത് തുറന്ന് കഴിക്കുക എന്നുള്ള പരിപാടിയാണ് ഇതിന് ആകെ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തത് കഴിക്കാം. നമ്മൾ കഴിക്കാൻ പോണേ കേട്ടാ. ആഹാ, ഇച്ചിരി പൊടിഞ്ഞിട്ടുണ്ട് മീൻ. പൊടിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലേ സെറ്റ് സാധനം കേട്ടാ. ചൂട് നല്ല ചൂടുണ്ട്. ചൂടുണ്ടാ? നല്ല ചൂടുണ്ട്. സൂപ്പർ, എങ്ങനെയുണ്ട്? അടിപൊളി. അനു കഴിച്ചു നോക്ക്. അങ്ങനെയുണ്ട്. കഴിച്ചു നോക്ക്. എങ്ങനെയാണെന്ന് പറ. എങ്ങനെയാ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടാ? നാത്തൂന് ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാല്ലേ? സൂപ്പറാ. എങ്ങനെ ഉണ്ടേ? സൂപ്പറാ. കലക്ക സാധനമാണോ? അടിപൊളിയാ. എങ്ങനെയുണ്ടേ? സൂപ്പർ. അടിപൊളിയായിട്ടുണ്ടോ? എന്ത് രസം. ആഹാ. അപ്പോൾ അത് എല്ലാവരും കഴിച്ച് എല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞാൽ അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കഴിക്കാൻ പോണേ കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ. പൊളി സാധനം. അപ്പോൾ കരിമീൻ വാഴയിൽ പൊള്ളിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്ട. സിമ്പിളാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെയൊക്കെ നമ്മൾ ഉച്ചയും കഷ്ടപ്പെട്ട് ചെയ്തെന്ന കാര്യമുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ആദ്യമായിട്ടാണോ തിന്നണോ? ഇഷ്ടപ്പെട്ടോ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാട്ടായിരുന്നു. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്, ടാറ്റാ ബൈ ബൈ.